നെക്സ്റ്റ് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. എസ് ടെൻസ് ടു എ ബി ഓർ സി. ഓക്കെ, ദെൻ എസ് ടെൻസ് ടു എ ബി ഓർ എ ബി. Then sorry, the A tends to then B tends to C, B, D or C, D. സ്മോൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽസ് എന്നറിയിക്കാൻ സ്മോളും നോൺ ടെർമിനൽസ് എന്നറിയിക്കാൻ ക്യാപിറ്റലുമാണ്. ഓക്കെ, C tends to A, C, D or A, D, D. D tends to D, C, C small on C, bar, B, C. ഓക്കെ, നമുക്ക് വേണ്ടുന്ന സ്ട്രിങ് എ എ, ബി ബി, സി സി, ഡി ഡി. ഈ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മോർ ദാൻ വൺ ഫോമിൽ ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് വെച്ച് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കുന്നു. നമുക്ക് വേണ്ടുന്നത് എ എ, ബി ബി, സി സി, ഡി ഡി ആണ് വേണ്ടുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റിയാൽ എന്താണ് അത് കറസ്പോണ്ടിങ് നമുക്ക് ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് എസ് ടെൻസ് ടു എ ബി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. എ ബി അവിടെ നമ്മൾ എസിന് കറസ്പോണ്ടിങ് കൊടുത്തു. ദെൻ എക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് എ ബി. ഈ എക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് എ ബി, ആ ബി അതുപോലെ. ഓക്കെ, ദെൻ നമ്മുടെ കറസ്പോണ്ടിങ് എക്ക് പകരം നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എ ബി ആണ്. സോ എക്ക് പകരം എ ബി, ദെൻ ബി ബി. ഓക്കെ, അപ്പോൾ 2 എ 2 ബി, അതിന് 2 സിയും 2 ഡിയും ആണ് നമുക്ക് വേണ്ടുന്നത്. സോ എസ് ടെൻസ് ടു ബിക്ക് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സി ബി ഡി ആണ് അല്ലേ. എ ബി ബി, ഈ ബിക്ക് പകരം സി ബി ഡി. ഓക്കെ, ദെൻ എസ് ടെൻസ് ടു ഇനിയുള്ളത് ക്യാപിറ്റൽ ബി ആണ്. അപ്പോൾ ആ ബിക്ക് പകരം ഒരു സിയും ഡിയും വരണം. അപ്പോൾ ബിക്ക് പകരം നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈ ബിക്ക് പകരം സി ഡി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അല്ലേ. അപ്പോൾ അതിന് പകരം സി ഡി കൊടുത്തു, ഒരു ഡി കൊടുത്തു. അപ്പോൾ എ ബി ബി, സി സി, ഡി ഡി നമ്മൾ പറഞ്ഞ സ്ട്രിങ്ങിൽ എത്തി. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മുടെ ട്രീ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എസ്സിൽ നിന്ന് എ ബി, എയിൽ നിന്ന് നമുക്ക് എ ക്യാപിറ്റൽ എ ബി, ബിയിൽ നിന്ന് നമുക്ക് വരുന്നത് സി ബി ഡി. ഇനി ഈ എയിൽ നിന്ന് നമുക്ക് വരുന്നത് എ ബി. അടുത്തത് ഈ ബിയിൽ നിന്ന് വന്നത് സി. അപ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെ എ ബി ബി, സി. ഓക്കെ, അപ്പോൾ ഇതേമാതിരി വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻ കഴിയുമ്പോൾ കിട്ടുന്ന പാർട്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് കിട്ടി, അതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്തു, നമ്മളതിൻ്റെ പാർട്സ് ട്രീയും വരച്ചു. ഇനി വേറൊരു ഫോമിലും കൂടി ചെയ്താൽ മാത്രമല്ലേ അത് ആംബിഗ്വസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ എസ്സിന് സി എന്ന് പറയുന്നത് കൊടുത്തു. ഓക്കെ, ദെൻ എസ് ടെൻസ് ടു സിയുടെ 2 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എ സി ഡി അല്ലെങ്കിൽ ഡി എ ഡി ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുത്തു, സിക്ക് പകരം എ സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും സിക്ക് പകരം എന്ത് കൊടുക്കാം, എ ഡി ഡി, വീണ്ടും നമ്മൾ ഒരു ഡി ഉള്ളതും കൂടി എഴുതി. അത് കഴിഞ്ഞ് ഇനി ഡിക്ക് ഉള്ളതാണ് കൊടുക്കേണ്ടുന്നത്. ഡിക്ക് പകരം നമുക്ക് ഡി സി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ബി സി എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഡി സി കൊടുത്തു, ഡി ഡി. ഓക്കെ, ദെൻ എസ് ടെൻസ് ടു അടുത്ത ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ബി സി കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ,
നേരത്തെ നമ്മൾ ബി ഡി സി ആയിരുന്നു. ബി ഡി സി പ്രൊഡക്ഷനിൽ നമ്മൾ എഴുതിയതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഡി എഴുതിയപ്പോൾ എന്താണ് കൊടുത്തത്, ഡി സി എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. സോറി, ബി ഡി സി എന്നായിരുന്നു. ബി ഡി സി ഒരു ഗ്രാമർ എഴുതുമ്പോൾ തിരുത്തി എഴുതണേ. ബി ഡി സി കേട്ടോ, ബി ഡി സി എന്നായിരുന്നു. ഡി സി എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബി ഡിക്ക് പകരം നമ്മൾ ബി ഡി സി ആണ്. സോ ബി ഡി സി എന്നുള്ളതിൽ ഡിക്ക് പകരം അടുത്തത് നമ്മൾ ബി കൊടുത്തു, സി കൊടുത്തു, ദെൻ സി ഡി ഡി. അപ്പോൾ നമുക്ക് ആ സ്ട്രിങ് ജനറേറ്റ് ചെയ്തു. ഒരു ഗ്രാമർ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ഞാൻ എഴുതിയത് തെറ്റിപ്പോയത് കൊണ്ടാണ്, പ്രൊഡക്ഷൻ ശരിക്കും എഴുതാത്തത് കൊണ്ടാണ്. അവിടെ ഒരു ബിയും കൂടെ ഉണ്ട് കേട്ടോ. ആ ബിയും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ബിയും കൂടെ ഉണ്ട്, അതും കൂടി നോക്കി എഴുതുക, തെറ്റിപ്പോകരുത്. ഓക്കെ, ശരി. ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മുടെ പ്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞ് കറസ്പോണ്ടിങ് നമ്മുടെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ എസ് ടെൻസ് ടു സി, സിയിൽ നിന്ന് എ സി ഡി, ആ സിയിൽ നിന്ന് എ ഡി ഡി, ദെൻ വീണ്ടും ആ ഡിയിൽ നിന്ന് ബി ഡി സി, ഇനി ആ ഡിയിൽ നിന്ന് ബിയും സി. ഓക്കെ, തികയാത്തതാണ് ബിയും സി. അപ്പോൾ നമുക്ക് എന്തായിട്ട് എ എ ബി ബി സി സി ഡി ഡി. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കറസ്പോണ്ടിങ് കിട്ടുന്ന. സോ നമുക്ക് എന്ത് പറയാം, ഈ ഗ്രാമർ എന്ന് പറയുന്നത് ആംബിഗ്വസ് ഗ്രാമർ. ഓക്കെ, ഇതിനകത്ത് എഴുതുമ്പോൾ എഴുതുന്ന പ്രൊഡക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് എഴുതിയില്ലെങ്കിൽ ഗ്രാമർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നോക്കി വേണം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇത് നോക്കി വേണം ഗ്രാമർ നോക്കാൻ, എന്നിട്ട് വേണം നമ്മുടെ പ്രൊഡക്ഷൻസിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ പ്രൊഡക്ഷനും വന്നു, രണ്ട് രീതിയിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ട്രീ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. സോ നമ്മുടെ ഗ്രാമർ എന്ന് പറയുന്നത് ആംബിഗ്വസ് ഗ്രാമർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ഓഫ് CFG. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഓഫ് CFG. ഒരു CFG ഗ്രാമർ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒരു ഗ്രാമർ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. 3 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ്, എലിമിനേഷൻ ഓഫ് എപ്സിലോൺ പ്രൊഡക്ഷൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് എപ്സിലോൺ പ്രൊഡക്ഷൻ ആ ഗ്രാമറിനകത്തുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് യൂണിറ്റ് പ്രൊഡക്ഷൻ. സിമ്പിൾ പ്രൊഡക്ഷൻസിന് വല്ലതും ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തോ റിമൂവ് ചെയ്തോ ഓവർറൈറ്റ് ചെയ്തോ മാറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് യൂസ്ലെസ് സിമ്പിൾസ്. നമുക്ക് വേണ്ടാത്ത സിമ്പിൾസ് എങ്ങാനും അതിനകത്തുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് ഒരു ഐ കൊടുത്തിട്ട് IA, IB, I0, I1 ആ പ്രൊഡക്ഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പ്രൊഡക്ഷൻസ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാത്ത പ്രൊഡക്ഷൻസ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ സിംപ്ലിഫൈ ചെയ്യാനുള്ള 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് എപ്സിലോൺ പ്രൊഡക്ഷൻസ് അതിനകത്തുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. രണ്ടാമത്തത് യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. മൂന്നാമത്തത് യൂസ്ലെസ് സിമ്പിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്ന ഗ്രാമർ. നോക്കാം. എസ് ടെൻസ് ടു AS bar BA, A tends to AA or epsilon. ഓക്കെ,
ഇപ്പോൾ രണ്ട് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ഗ്രാമറിന്. എസ് ടെൻസ് ടു എ എസ് ബാർ, എ എസ് അല്ലെങ്കിൽ ഏതാ ബി എ. എയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എ എ അല്ലെങ്കിൽ എപ്സിലോൺ. അപ്പോൾ സി എഫ് ജി സിംപ്ലിഫൈ ചെയ്യാൻ 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് എപ്സിലോൺ നമ്മൾ റിമൂവ് ചെയ്യണം. രണ്ടാമതെന്ന് പറയുന്നത് എന്ത് ചെയ്യണം, യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കളയുക. മൂന്നാമതെന്ന് പറയുന്നത് യൂസ്ലെസ് സിമ്പിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ ഒരെണ്ണത്തിനെ നമ്മൾ റീറേറ്റ് ചെയ്ത് 4 ആക്കി എഴുതാൻ പറ്റും. എങ്ങനെയാണ്? എസ് ടെൻസ് ടു എ എസ്, എസ് ടെൻസ് ടു ബി എ, എ ടെൻസ് ടു എ എ, എ ടെൻസ് ടു എപ്സിലോൺ. ഈ രണ്ട് ഇതിൽ എഴുതിയേക്കുന്ന പ്രൊഡക്ഷൻസിനെ നമ്മൾ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് 4 ആക്കി മാറ്റി, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് എ ടെൻസ് ടു എപ്സിലോൺ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്സിലോൺ പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് എപ്സിലോൺ പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു എപ്സിലോൺ പ്രൊഡക്ഷൻ ഉണ്ട്, എ ടെൻസ് ടു എപ്സിലോൺ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ ഏതെണ്ണേ ഉള്ളൂ? ആദ്യത്തെ 3 എണ്ണം, എസ് ടെൻസ് ടു എ എസ്, എസ് ടെൻസ് ടു ബി എ, എസ് ടെൻസ് ടു എ, ഈ 3 പ്രൊഡക്ഷൻസേ ഉള്ളൂ. ഇനി എ ടെൻസ് ടു എപ്സിലോൺ ആയിരുന്നു, അതുകൊണ്ട് എ വരുന്നിടത്തെല്ലാം എപ്സിലോണിന് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് എപ്സിലോൺ റിമൂവ് ചെയ്യുന്നതോടൊപ്പം എപ്സിലോൺ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രൊഡക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആദ്യം എപ്സിലോൺ പ്രൊഡക്ഷൻ റിമൂവ് ചെയ്ത് 4 എന്നുള്ളത് 3 ആക്കി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ, രണ്ടാമത് ചെയ്യുന്നത് അപ്ലൈ എപ്സിലോൺ ടു എ ഓൺ പ്രൊഡക്ഷൻ. എയ്ക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുത്തിരുന്നത്? എയുടെ ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ കൊടുത്തതാണ് എപ്സിലോൺ. അപ്പോൾ എപ്സിലോൺ വെറുതെ നമുക്കങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. എ കാണുന്നിടത്തൊക്കെ എന്തെങ്കിലും എപ്സിലോൺസ് വരാം. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ വരുന്ന എയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് എഴുതാം. ഓക്കെ, എ വരുന്നിടത്ത് എപ്സിലോൺ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയതിപ്പോൾ എസ് ടെൻസ് ടു എന്തായിരുന്നു? എപ്സിലോൺ കളഞ്ഞു കഴിഞ്ഞപ്പോൾ എസ് ടെൻസ് ടു എ എസ്, ദെൻ എസ് ടെൻസ് ടു ബി എ ടെൻസ് ടു എ എ. ഇതാണ് നമുക്ക് എപ്സിലോൺ കഴിഞ്ഞ് കിട്ടിയ 3 പ്രൊഡക്ഷൻസ്. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്സിലോൺ ടു എ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എസ് ടെൻസ് ടു, ആദ്യത്തേതിനകത്ത് എ ഇല്ല, അതുകൊണ്ട് അതുപോലെ എഴുതാം. രണ്ടാമത്തത് എസ് ടെൻസ് ടു ബി എ എന്നാണ്. എക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പറഞ്ഞു? എപ്സിലോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ബിക്ക് എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താവും? എസ് ടെൻസ് ടു ബി ആവും. എ ഇല്ല, എക്ക് പകരം എന്തായി? എപ്സിലോൺ ആയി. അപ്പോൾ അവിടെ എ ആയി. ഇനി എ ടെൻസ് ടു, എക്ക് പകരം എന്താണ്? എ എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ എക്ക് പകരവും എപ്സിലോൺ കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ എപ്സിലോൺ ടു എ, ആദ്യം നമ്മൾ എപ്സിലോൺ വന്ന പ്രൊഡക്ഷൻ എടുത്തിട്ട് മാറ്റിയിട്ട് ഏതിനാണോ നമ്മൾ എപ്സിലോൺ കൊടുത്തിരുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എപ്സിലോൺ പ്രൊഡക്ഷൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം എപ്സിലോൺ വന്നത് എടുത്ത് കളഞ്ഞു, എന്നിട്ട് ആ എപ്സിലോൺ എയിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഓരോന്നിലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എസ് ടെൻസ് ടു എ എസ്, എസ് ടെൻസ് ടു ബി, എ ടെൻസ് ടു എ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻസ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എലിമിനേഷൻ ഓഫ് എപ്സിലോൺ പ്രൊഡക്ഷൻ. ആ എപ്സിലോൺ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ നമ്മളെ ഗ്രാമർ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചേർത്ത് എഴുതുന്നത്, അതായത് എപ്സിലോൺ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നപ്പോഴും ലാസ്റ്റിലുള്ള എപ്സിലോൺ പ്രൊഡക്ഷൻ അല്ല, ഈ ഒരു എപ്സിലോൺ എലിമിനേറ്റ് ചെയ്തപ്പോഴുണ്ടായിരുന്നതും ആ എപ്സിലോൺ എയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതും രണ്ടും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എസ് ടെൻസ് ടു എ എസ്. അതുപോലെ എസ്സിന് വേറെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബി എ ഉണ്ട്, ബി ഉണ്ട് അല്ലേ? എസ്സിന് എ എസ് ഉണ്ട്, പിന്നെ ബി എ ഉണ്ട്, ബി മാത്രമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ പുതിയത് ആഫ്റ്റർ എലിമിനേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ പ്രൊഡക്ഷൻ്റെ എലിമിനേഷനാണ്. അപ്പോൾ ആഫ്റ്റർ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് എസ് ടെൻസ് ടു എ എസ് ഓർ ബി എ ഓർ ബി, അതുപോലെ എ ടെൻസ് ടു എ എ ഓർ എ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാമർ എന്ന് പറയുന്നത് എസ് ടെൻസ് ടു എ എസ് ഓർ ബി എ ഓർ ബി, എ ടെൻസ് ടു എ എ ഓർ, ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ കിട്ടുന്നത്. ഓക്കെ.
അടുത്ത അപ്പോൾ നമ്മൾ എപ്സിലോൺ പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്തു. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള എപ്സിലോൺ പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്ത് നമ്മൾ ഗ്രാമർ റിഡക്ഷൻ ചെയ്തു വച്ചു. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് ചേരുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ അതിലുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതി. ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ എഴുതിയത്. അതായത് എപ്സിലോൺ പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രാമർ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതിൻ്റെ വേറൊരു എക്സാമ്പിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ഗ്രാമർ എന്ന് പറയുന്നത് S tends to A B or A B. അടുത്തതെന്ന് പറയുന്നത് A tends to epsilon, B tends to B A bar epsilon. അടുത്തത് നമ്മുടെ C tends to A. C tends to C എന്ന് പറയുന്ന ഒരു എപ്സിലോൺ ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഉള്ള കേസ്. ജസ്റ്റ് നമ്മളെല്ലാം എഴുതുന്ന എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. S tends to A B അല്ലെങ്കിൽ A B, A tends to epsilon, B tends to B A bar epsilon, C tends to A. അപ്പോൾ ഇതിനെ നമ്മൾ വിപുലീകരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പിലായിട്ട് എഴുതുകയാണെങ്കിൽ S tends to A B, S tends to A B, അടുത്ത A tends to epsilon, B tends to B A, B tends to epsilon, C tends to A. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എപ്സിലോൺ വരുന്ന പ്രൊഡക്ഷൻസ് നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് 2 എപ്സിലോൺ വരുന്ന പ്രൊഡക്ഷൻസ് ഉണ്ട്. അത് 2 നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എപ്സിലോൺ പ്രൊഡക്ഷൻ വരുന്ന ഒന്ന് എയ്ക്കും ഒന്ന് ബിക്കുമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? അപ്ലൈ എപ്സിലോൺ ടു എയും ബിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എപ്സിലോൺ ചെയ്യുമ്പോൾ ഈ 2 സ്റ്റെപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് S tends to A B, S tends to A B, then B tends to B A, then C tends to A. ഇതാണ് നമുക്കിത് കഴിയുമ്പോൾ ഈ 2 എപ്സിലോൺ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? എയ്ക്കും ബിക്കും ഒരു എപ്സിലോൺ വരുന്നുണ്ട്. സോ ആ എപ്സിലോൺ വരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസിഷനും കൂടി നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എപ്സിലോൺ അപ്ലൈ എപ്സിലോൺ ടു എ, അപ്ലൈ എപ്സിലോൺ ടു ബി. ഓക്കെ, അപ്പോൾ ആദ്യം എപ്സിലോൺ എയിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ എപ്സിലോൺ ടു എ. എയിലേക്ക് എപ്സിലോൺ കൊടുക്കുമ്പോൾ S tends to എന്തായിരുന്നു? A B ആണ്. അപ്പോൾ എയിലേക്ക് കൊടുക്കുമ്പോൾ ആ എയിൽ എപ്സിലോൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് A B. ഓക്കെ, അടുത്തത് S tends to A B. അതിനകത്ത് A എന്ന് പറയുന്നത് വരാത്തതുകൊണ്ട് എപ്സിലോൺ അപ്ലൈ ചെയ്യണം. അടുത്തത് B tends to B B A ആയിരുന്നു. അവിടെ എപ്സിലോൺ കൊടുക്കുമ്പോൾ B B. ഓക്കെ, അത് കഴിഞ്ഞ് C അതുപോലെ C tends to A. നെക്സ്റ്റ് അപ്ലൈ എപ്സിലോൺ ടു B. ബിയിലേക്ക് എന്ത് ചെയ്യുക? എപ്സിലോൺ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് S tends to ആദ്യത്തേത് A B എന്നാണ്. അവിടെ നമ്മൾ എപ്സിലോൺ കൊടുക്കുമ്പോൾ A. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് എപ്സിലോൺ ടു ബിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ A എന്ന് കിട്ടും. ദെൻ B tends to B A. അവിടെ A എഴുതാം, കുഴപ്പമില്ല. എന്തുകൊണ്ട്? ബിയിലാണ് നമ്മൾ എപ്സിലോൺ അപ്ലൈ ചെയ്യുന്നത്. ദെൻ C tends to. ഇതാണ് നമുക്ക് B അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എയിൽ എപ്സിലോൺ അപ്ലൈ ചെയ്തു, ബിയിൽ എപ്സിലോൺ അപ്ലൈ ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഒരു എപ്സിലോൺ എയുമായി ബന്ധപ്പെട്ട് ഒരു എപ്സിലോണേ വരുന്നുള്ളൂ. ഇവിടെ എപ്സിലോണുമായിട്ട് ബന്ധപ്പെട്ട് 2 എണ്ണം വരുന്നുണ്ട്, എയും ബിയും വരുന്നുണ്ട്. അപ്പോൾ എക്ക് നമ്മൾ എപ്സിലോൺ അപ്ലൈ ചെയ്തു, ബിക്ക് എപ്സിലോൺ അപ്ലൈ ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് അപ്ലൈ എപ്സിലോൺ ടു എ ആൻഡ് ബി. എക്കും ബിക്കും ഒരേ സമയം നമ്മൾ എപ്സിലോൺ അപ്ലൈ ചെയ്താൽ എന്താണെന്നുള്ളതാണ് ചെയ്യുന്നത്.
അപ്പോൾ ആദ്യത്തെ കേസിൽ എസ് ടെൻസ് ടു എക്കും ബിക്കും എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ എസ് ടെൻസ് ടു എ. രണ്ടാമത്തേത് എസ് ടെൻസ് ടു എ എ, ബി ടെൻസ് ടു ബി ബി, സി ടെൻസ് ടു ഇ. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ എപ്സിലോൺ കൊടുത്തു, ദെൻ എപ്സിലോൺ ഉള്ളതെല്ലാം റിമൂവ് ചെയ്തു. ദെൻ ആ എപ്സിലോൺ വന്നത് രണ്ടെണ്ണത്തിനാണ്, എക്കും ബിക്കും ആണ്. സോ എക്കും ബിക്കും സെപ്പറേറ്റ് ആയിട്ട് എപ്സിലോൺ അപ്ലൈ ചെയ്തു. പിന്നീട് നമ്മൾ എക്കും ബിക്കും ഒരുമിച്ച് എപ്സിലോൺ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഗ്രാമർ കിട്ടും. അപ്പോൾ എക്ക് സെപ്പറേറ്റ് ചെയ്തത് കിട്ടി, ബിക്ക് സെപ്പറേറ്റ് ചെയ്തത് കിട്ടി, എക്കും ബിക്കും കിട്ടി. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, എപ്സിലോൺ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ഷൻ. അപ്പോൾ അതിനെ എഴുതുന്നത് ഈ എഴുതിയതെല്ലാം ചേർക്കണം. എലിമിനേറ്റ് ചെയ്ത എപ്സിലോൺ എലിമിനേറ്റ് ചെയ്തത് വേണം, എയിൽ അപ്ലൈ ചെയ്തത് വേണം, ബിയിൽ അപ്ലൈ ചെയ്തത് വേണം, എയിലും ബിയിലും കൂടി അപ്ലൈ ചെയ്തത് വേണം. ഓക്കെ, അപ്പോൾ അത് എഴുതുമ്പോൾ എസ് ടെൻസ് ടു എ എ ബി ഓർ എ എ ബി ഓർ എ ബി ഓർ എ എ ഓർ എ എ ഓർ എ. ഇത്രയും പ്രൊഡക്ഷൻസ് വരും. ബി ടെൻസ് ടു ബി ബി എ ബാർ ബി ബി, സി ടെൻസ് ടു എ, എ ടെൻസ് ടു എക്ക് പ്രൊഡക്ഷൻസ് ഒന്നും നമുക്ക് എഴുതാനില്ല അല്ലേ, എയുടെ പ്രൊഡക്ഷൻസ് നമ്മുടെ ഗ്രാമറിൽ പറഞ്ഞിട്ടില്ല. സോ എ എന്ന് പറയുന്നത് വേണ്ട. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എപ്സിലോൺ പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്തതിന് ശേഷം, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത് CFGയുടെ ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യുക. അപ്പോൾ എപ്സിലോൺ പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് ഏത് വേരിയബിൾ അല്ലെങ്കിൽ ഏത് നോൺ ടെർമിനലിലാണോ ചെയ്തേക്കുന്നത് അതിലേക്ക് എപ്സിലോൺ അപ്ലൈ ചെയ്ത് അതും കൂടി റിമൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയും കൂടി റിമൂവ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻസ് കിട്ടും. അത് ചേർത്ത് എഴുതുമ്പോഴാണ് നമ്മുടെ എപ്സിലോൺ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാമർ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ട് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.